ഒരു വാർത്തയിലേക്ക് തന്നെ അല്പസമയത്തിനകം തിരിച്ചെത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. കാരണം സന്ധ്യ, ഈ കുട്ടിയുടെ അമ്മ സന്ധ്യ പറയുന്നു താൻ കൊന്നു. അതോടൊപ്പം തന്നെ സന്ധ്യയുടെ അമ്മയും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുക്കളും പറയുന്നു സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ പല രീതിയിൽ അനുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നാൽ സന്ധ്യയുടെ ഭർത്താവ് പറയുന്നു അത്തരത്തിലൊരു മാനസിക പ്രശ്നമുള്ള പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നുള്ള തരത്തിൽ. എന്നാൽ ഭർത്താവ് സുഭാഷ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സന്ധ്യ മുൻപും കുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു, മക്കളെ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് സുഭാഷ് പറഞ്ഞത്. സുഭാഷിന്റെ വാക്കുകൾ കേൾക്കാം. അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഉപദ്രവിച്ച കൊച്ചിന്റെ ഇളയ കൊച്ചന്റെ ഇവിടെയും മൂത്തവന്റെ ഇവിടെയും ടോർച്ചിനടിച്ച് ഇത്രയും വലിയ മുഴയൊക്കെ വന്ന് അവിടെ നിന്ന് അമ്മ ഇവിടെ കൊണ്ടുപോയാക്കിയതൊക്കെ. ഞാൻ 3:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചുകൂടെ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു 5:30-6 മണിയപ്പോൾ ഞാൻ വിളിച്ചത്. അവൾ ഇവിടെ ഇല്ല, കൊച്ചുമില്ല. 10 മിനിറ്റിന് മുമ്പ് എന്നെ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു. സന്ധ്യനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം അന്നേരം എനിക്ക് സംശയം തോന്നി എൻ്റെ കൊച്ചിനെ ഇവരെന്തോ ചെയ്തതാണ്. ഒരു 7:18 ഇവർ വേറെ നമ്പറിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അമ്മാവൻ്റെ മോക്കളെ നമ്പറിൽ നിന്ന് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യ വന്നിട്ട് കൊച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയത്. പോലീസുകാർ ഇവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടി കൊച്ചിൻ്റെ കാര്യമാണ്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയം പറ, എന്നാലും എന്തെങ്കിലും വേഗം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇവള് പറഞ്ഞു കൊച്ചിനെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞു. മാനസിക പ്രശ്നമൊന്നും അവൾക്കില്ല, പക്ഷേങ്കിൽ നല്ല ബുദ്ധി അവൾക്ക്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് പുതിയ ബസ്